நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരുത്തന്റെ കഷ്ടപ്പാട് തന്നെയാണ് മറ്റൊരുത്തന്റെ ലാഭം. ഇപ്പൊ നിന്റെ പ്രണയത്തിന്റെ വേദനയാണ് അനാമികയുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. ഇനി എന്തു വേണോന്ന് നീ വേണം തീരുമാനിക്കാൻ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അനാമികയുടെ ജീവനേക്കാൾ വലുത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണെന്ന് പറയാൻ വരികയാണോ? അതോ നിന്റെ പ്രണയനിക്ക് വേണ്ടി നീ ആയിട്ട് അവളെ വിട്ടുപിരിഞ്ഞു പോകുമോ? തീരുമാനിക്കേ. ഇനിയെല്ലാം നിന്റെ തീരുമാനം പോലെ. പറയുന്നെന്താ? എന്താ നിന്റെ തീരുമാനം? ഇതിപ്പോ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ജോത്സ്യത്തെ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വിചാരിക്കുകയാണോ? നമ്മുടെയൊക്കെ മുകളിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് അതിയായി വിശ്വസിക്കുന്നയാളാ ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയം അത്ര സാധാരണയായിട്ട് ഞാൻ കാണുന്നില്ല. നീ കാഞ്ചീപുരത്തൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാ. നിന്റെ വീട്ടിലും ഈ ജോത്സ്യത്തിലും മറ്റും വിശ്വസിക്കുന്ന ആളുകളൊക്കെ കാണുമല്ലോ. അവരൊരു പക്ഷേ ഇതുപോലെ ജാതകം നോക്കി എന്റെ മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്റെ ജീവൻ ആപത്താന്ന് പറഞ്ഞാൽ അവർ ഈ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു. പറയുന്നെന്താ? സമ്മതിക്കില്ല സർ. അപ്പൊ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. നിന്റെ മനസ്സിൽ ഇപ്പൊ അനാമികയോടുള്ളത് സ്നേഹമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം എന്ന് പറയുന്നത് വാങ്ങലാണ്, സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കലാണ്. നിന്റെ ഉള്ളിൽ അവളോട് സത്യസന്ധമായ സ്നേഹം ഉണ്ടെങ്കിൽ അവളെ സുരക്ഷിതമായി എന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുക. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മോളെ ഉപേക്ഷിക്കാൻ നിനക്ക് പണവും മറ്റോ വേണമെങ്കിൽ എനിക്ക് മറ്റു വഴിയില്ല ഞെട്ടെന്നാന്ത. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ദയവായി എന്നെ മനസ്സിലാക്കണമേ. എന്നെക്കൊണ്ട് അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവൾക്ക് ദൈവത്തെ വിശ്വാസം, പക്ഷെ ജ്യോത്സ്യത്തിൽ വിശ്വാസമില്ല. ഇതുവരെ ആ ജോത്സ്യൻ പറഞ്ഞിട്ടുള്ളതൊന്നും നടക്കാതിരുന്നിട്ടേയില്ല. ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് അതുപോലെ നടന്നു എന്നുള്ളതാ. പണം പോയാൽ അത് നമുക്ക് ഉണ്ടാക്കാന്ന് വെക്കാം. പക്ഷെ എന്റെ മോള് നഷ്ടപ്പെട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നെന്താ, തീരുമാനം എടുക്കേണ്ടത് നീ മാത്രം. നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പ്രണയം ഒരിക്കലും മരിക്കില്ല എന്ന് പറയും. പക്ഷേ ഇപ്പൊ നിന്റെ പ്രണയം എന്റെ മോളെ ജീവിപ്പിക്കുമോ അതോ അവളെ മരണത്തിനേൽപ്പിക്കുമെന്ന് നീ വേണം പറയാൻ. ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. സർ, ഞാൻ ഇറങ്ങാം സർ. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ ഇതിലെടുക്കുന്ന തീരുമാനം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയാവണം. നോക്കാം. ഈ നന്ദ കാരണം എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല.
ജയന്തി ജയന്തി Careful. എന്താ ജയന്തി ഇത്? ഒരു നിമിഷം വൈകിയായിരുന്നെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നീ? അല്ല, എന്റെ സ്ട്രെസ് ബോള് താഴെ വീണു. അതങ്ങനെ വീണാൽ എന്താ? എന്നെ വിളിച്ചാ പോരെ? അല്ലെങ്കിൽ മഞ്ജലിയെ വിളിച്ചാ മതിയല്ലോ. എന്താ ഇങ്ങനെ കാണിക്കുന്നേ? അതിപ്പോ നിങ്ങൾ വന്നല്ലോ. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഇതിപ്പോ എന്തോ യാദൃശ്ചികമായി സംഭവിച്ചതാ. ഏട്ടാ ഏട്ടാ, ഇതിപ്പോ യാദർച്ഛികമായി നടന്നാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇനി തനിച്ച് നീ റൂം വിട്ട് പുറത്തു വരണ്ട. ഇവനിത് എവിടെ പോയി? പോയിട്ട് കുറെ നേരമായല്ലോ. എന്താ വരാത്തെ? നന്ദ, നന്ദ നിക്ക്. എന്താ ഞാൻ വിളിച്ചിട്ട് നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നേ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടിപ്പോ എത്ര നേരായി? എവിടെ നീ പോയത്? നിന്നോടല്ലേ ചോദിക്കുന്നേ? ഒന്നുമില്ല, നീ വർക്ക് തീർക്കാൻ നോക്ക്. എന്താ പറ്റിയത് നിനക്ക്? ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്നുമില്ലാന്ന് പറയുന്നതില് എന്തോ കാര്യമായിട്ടുണ്ടെന്ന് നിന്റെ മുഖം നോക്കിയാൽ അറിയാം. കാര്യം എന്താ നന്ദ? ബാങ്കിൽ എന്തോ ആവശ്യത്തിന് പോയിന്നല്ലേ പറഞ്ഞത്? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? കാര്യം എന്താണെങ്കിലും പറ. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയണ്ട നന്ദ. ഞാൻ കള്ളം പറഞ്ഞൊന്നല്ല. ഇല്ല, നീ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഇല്ല അനാമിക. പിന്നെ കള്ളം പറയണ്ട. നീ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് നിന്റെ കണ്ണിന് നോക്കിയാൽ അറിയാം. കാര്യം എന്താന്നുള്ളത് നീ പറയുന്നുണ്ടോ ഇല്ലയോ? ചോദിച്ച കേട്ടില്ലേ? എന്താ നന്ദ? നിന്നെ ആരാ നേരത്തെ ഫോൺ ചെയ്തേ? പറ പറ നന്ദ. നിന്റെ അച്ഛൻ തന്നെ. എന്റെ അച്ഛൻ നിന്നെ എന്തിനാ ഫോൺ ചെയ്തേ? എന്റെ അടുത്ത് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് എന്തിനാ? ഒന്നുമില്ല, വിട്ടുകള. ദേ, നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറയാൻ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലയോ? അനാമിക, ഇത് എല്ലാവരും നോക്കുന്നു. എന്തുണ്ടെങ്കിലും ഓഫീസ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ച പോരെ? പറ്റില്ല, എനിക്കിപ്പൊ തന്നെ കാര്യം അറിയണം. എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? ശരി, വാ. എവിടേക്ക്? വരാൻ. ഏയ് വാ. അനാമിക, നീ എന്തീ കാണിക്കുന്നേ? അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പറ നീ. എന്തിനാ എന്റെ അച്ഛൻ നിന്നെ വിളിച്ചത്? എന്നോട് കള്ളം പറഞ്ഞിട്ട് എന്റെ അച്ഛനെ നീ എന്തിനാ കാണാൻ പോയത്? എന്താ നടന്നെന്ന് പറ നന്ദ. നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? പറ നന്ദ, പറയാൻ. ഒന്ന് പറ. പറ നന്ദ, കാര്യം എന്താന്ന് പറ.